ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഖ്റ മായലി തുടർന്നു വരുന്നത് നീ വായിക്കണം. സുമ്മക്തുബുഹു മഅ കിതാബത്തിൽ അർഖാമിൽ വാരിദത്തി ഫീഹി ഹർഫുൻ. അപ്പോൾ പിന്നെ എന്ത് എഴുതണം? സുമ്മക്തുബുഹു എന്നിട്ട് നിങ്ങൾ അത് എഴുതണം. മഅ കിതാബത്തിൽ അർഖാമിൽ വാരിദത്തി അതിൽ വന്നിട്ടുള്ള എണ്ണങ്ങൾ കിതാബത്തിലായിട്ട്, അതായത് അക്ഷരത്തിൽ എഴുതാം. എഴുതുക ബി ഹർഫി, കണ്ടോ, അക്ഷരത്തിൽ അത് എഴുതുന്നതോടൊപ്പം തന്നെ പിന്നെ അത് വായിക്കുകയും വേണം. അങ്ങനെയാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ജാ അമിന സ്വീനി ഹാദൽ ആമ, ഈ വർഷം ചൈനയിൽ നിന്നും വന്നു എത്ര ഹാജിമാരാ? 200 അല്ലേ? 200. അപ്പം എങ്ങനെ പറയാ? 200നെ എന്താ പറയാ? മി അത്താനി. അവിടെ ഫായിലാണ് കേട്ടോ, തേനി വേണ്ട. മി അത്താനി എന്നാണ് പറയേണ്ടത്. നമ്മൾ മുലാഫ് ആക്കി പറയണല്ലോ, അതായത് മഅദൂദ്. അപ്പം എങ്ങനെ പറയാ? മി അത്താ, മി അത്താ ഹാജിൻ, മി അത്താ ഹാജിൻ. ഈ വർഷം ചൈനയിൽ നിന്നും 200 ഹാജിമാർ വന്നു കേട്ടാ. മി അത്താ ഹാജിൻ, മി അത്താ ഹാജിൻ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഫായിലാണ് കേട്ടോ, അതുകൊണ്ടാണ് മി അത്താ എന്ന് വന്നത് കേട്ടോ. പിന്നെ ഇലാഫത്ത് ചെയ്തത് കൊണ്ട് നൂനിനെ കളഞ്ഞു. ഉരീദു 200 നുസ്ഖത്തിൻ മിൻ ഹാദൽ ഖിതാബി, ഈ പുസ്തകത്തിൽ നിന്നും 200 പേജ്, ഈ ബുക്കിൽ നിന്നും 200 കോപ്പി ഞാൻ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു. അതായത് എടുക്കാനായിരിക്കാം. ഈ ബുക്കിൽ നിന്നും 200 കോപ്പി ഞാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ 200 കോപ്പി ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഉരീദുൽ ഫേലും ഫായിലും കഴിഞ്ഞു കേട്ടാ. അപ്പം എങ്ങനെ പറയാ? നുസ്ഖത്തിൻ, മിഅത്തൈനി എന്നാണ് വരുന്നത്. നൂനിനെ ഹദഫ് ചെയ്തു, ഇലാഫ ഉള്ളത് കൊണ്ട് കേട്ടാ, മുലാഫ ആയതുകൊണ്ട്. മിഅത്തൈ നുസ്ഖത്തിൻ മിൻ ഹാദൽ കിതാബി. അടുത്തത് മൂന്നാമത്തത്, ഇഷ്തറൈതു ഹാദിഹി സാഅത ബി 200 റിയാലിൻ. ജറ് ചെയ്യുമ്പോഴും നസ്ബ് ചെയ്യുമ്പോഴും ബി മി അത്തൈ റിയാലിൻ. മി അത്തൈ എന്ന് പറയുമ്പോൾ മീമിന് അലിഫ് ഉണ്ട് കേട്ടാ. മീം കെസ്ര അലിഫ്, എഴുത്ത് ശ്രദ്ധിക്കണം കേട്ടാ. മി അത്തൈ എന്ന് പറഞ്ഞാൽ മീം കെസ്ര പിന്നെ ഒരു അലിഫും കൂടി ഇട്ടണം, അതിൻ്റെ എഴുത്തിൻ്റെ രീതിയാണ് കേട്ടാ. മി അത്തൈ പിന്നെ മുലാഫിന് ലിഹി ആയതുകൊണ്ട് നൂനിനെ കളഞ്ഞു കേട്ടോ. എന്തൊന്നും ഇഷ്തറൈത്തു ഫേലും ഫായിലുമായി, ഹാദിഹി മഫൂലും ബിഹി, സാഅത ബദൽ, ജാറുൻ വ മജ്റൂറുൻ, മുലാഫിൻ ഇലൈഹി ട്ടാ. ശരി. അദദു തുലാബിൽ ഹുനൂദി ബിൽ ജാമിഅത്തി 200. എന്താ പറയുക, ഇന്ത്യയിൽ നിന്നും, ഒരു മിനിറ്റ്, യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾ 200 എണ്ണം ആകുന്നു, 200 ആകുന്നു വിദ്യാർത്ഥികളുടെ എണ്ണം. അതതു തുല്ലാബി, ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളുടെ എണ്ണം യൂണിവേഴ്സിറ്റിയിൽ 200 ആകുന്നു. അതതു മുബ്തദഅ വഹുവ മുലാഫ്, തുല്ലാബി മുലാഫിൻ ഇലൈഹി, അൽ ഹുനൂദി നഅത്ത്, ബിൽ ജാമിയത്തി ജാറുൻ വ മജ്റൂറുൻ. അപ്പൊ എന്തായിരിക്കും? ഖബറാണ്, മർഫൂ. അടോ 200 ആണ്, മിഅത്തുൻ 100 അല്ലേ? മിഅത്താനി, നൂനിനെ കളയണ്ട, മുലാഫല്ല. മിഅത്താനി ഖബറല്ലേ, റഫ് ചെയ്യുമ്പോൾ മിഅത്താനി, നൂനിനെ കളയേണ്ട ആവശ്യമില്ല, അവിടെ ഇലാഫ ഇല്ല. മുലാഫ് ആകുമ്പോഴാണ് നൂനിനെ കളയുക. പിന്നെ അലിഫ് കൊണ്ട് റഫ് ചെയ്യുക, മിഅത്താനി എന്നിട്ടാ. അതിൻ്റെ ശേഷമൊന്നുമില്ലല്ലോ, മുലാഫിനിലേഹി ഇല്ലല്ലോ. അപ്പോൾ നൂന് നിലനിർത്തിക്കൊണ്ട് മിഅത്താനി ഖബറാണ് കേട്ടാ. ആ 1000 ജുനൈഹ് എന്ന് പറഞ്ഞാൽ പൗണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദഫഅത നീ അടച്ചു, 2000, അതായത് 1000 പൗണ്ടാണോ നീ അടച്ചത്, ഹംസ ഉണ്ടല്ലോ, നീ അടച്ചത്, അതോ
2000 ആണോ, 1000 പൗണ്ടാണോ നീ അടച്ചത്, അല്ല അതല്ല നീ 2000 പൗണ്ടാണോ അടച്ചത്? 1000-ന് എന്താ പറയാ? അൽഫുൻ. 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 അപ്പൊ അൽഫുൻ പറഞ്ഞേ എങ്ങനെ പറയാ? അൽഫുൻ അല അൽഫ അടച്ചത്. അല ആ, അടച്ചത് മഫൂലും ബിഹിയാണ്. അൽഫ അൽഫ. അൽഫ കറക്റ്റ്. അൽഫ ജുനൈഹിൻ. അൽഫ ജുനൈഹിൻ. അൽഫ ജുനൈഹിൻ. അൽഫൂനല്ലേ? അൽഫ അതെ. ജുനൈഹിൻ. എന്തുകൊണ്ട് അൽഫക്ക് ഒരു ഫതഹ വന്നത്, തെൻമീൻ വരാതിരുന്നത് എന്താ? അൽഫൻ വരാതിരുന്നത് എന്തുകൊണ്ടാ? അത് മുലാഫ് 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 ആയതുകൊണ്ട്. മുലാഫ്. മൻസൂബ് ആയതുകൊണ്ട് ഫതഹ വന്ന്, പിന്നെ മുലാഫ് ആയതുകൊണ്ട് അൽഫ. അൽഫ ജുനൈഹിൻ ദഫഅത. നീ അടച്ചത് 1000 പൗണ്ടാണോ? ഇനി അടുത്ത പറഞ്ഞ 2000 എങ്ങനെ പറയാ? അൽഫൈൻ അൽഫൈനി അല്ലേ? അൽഫൈൻ. അൽഫൈനി. നോക്കിയേ, അവിടെയും നെസ്ബാണ്. നെസ്ബ് ചെയ്യുമ്പോൾ യാ കൊണ്ട് നെസ്ബ് ചെയ്യും. അൽഫാനി എന്നാണ്. അപ്പം നെസ്ബ് വന്നപ്പോൾ അൽഫൈനി. നൂനിനെ നിലനിർത്തണം, കാരണം മുലാഫൊന്നും അല്ലല്ലോ. അൽഫൈനി. കറക്റ്റ് ആയില്ലേ? ആലോചിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ, ആലോചിച്ച് ശരിയാക്കണം. അടുത്തത്, ആഷ ഈസ അലൈഹിസ്സലാമു ഖബല 2000 സനത്തിൻ. ഈസ അലൈഹിസ്സലാം ജീവിച്ചു 2000 വർഷങ്ങൾക്ക് മുൻപ്. ഖബല വന്നപ്പോൾ എന്താവും? സർഫിന് ശേഷം മുലാഫിൻ ഇലൈഹി മുലാഫിലേക്ക് വഹുവ മുലാഫ്. അപ്പം എങ്ങനെയാ 2000 അൽഫാനി എന്താവും? അൽഫൈനി അൽഫൈനി. പിന്നെ അൽഫൈ മുലാഫായി അൽഫൈ അൽഫൈ. അൽഫൈ അൽഫൈ സനത്തിൻ. അൽഫൈ സനത്തിൻ കേട്ടാ. അൽഫൈ സനത്തിൻ. അടുത്തത്, ഐന്തി 1000 റിയാലിൻ വഇന്ദക 2000 വഹാദൽ മബ്ലഗു യക്ഫീന. വഹാദൽ മബ്ലഗു യക്ഫീന. എനിക്ക് 1000 റിയാലുണ്ട്. എൻ്റെ കയ്യിൽ 1000 റിയാലുണ്ട്. നിൻ്റെ കയ്യിൽ 2000 റിയാലുണ്ട്. നിൻ്റെ കയ്യിൽ 2000 റിയാൽ എന്നില്ലല്ലോ. ഐന്ദക നിൻ്റെ കയ്യിൽ 2000. പിന്നെ വഹാദൽ മബ്ലഗ്, ഈ സംഖ്യ നമുക്ക് മതിയാകും. ഈ സംഖ്യ നമുക്ക് മതിയാകും. ഇവിടെ ഐന്ദ ഖബറാണ്. വഹുവ മുലാഫ് യാ മുത്തക്കല്ലി മുലാഫിൻ ഇലൈഹി. അപ്പോൾ 1000 റിയാൽ എന്നുള്ളത് മുബ്തദയാണ്. അപ്പോൾ എങ്ങനെ പറയാം? 1000-ന് എന്താ പറയാ? അൽഫുൻ അൽഫു റിയാലിൻ. അൽഫുൻ അൽഫു അൽഫു റിയാലിൻ റിയാലിൻ. അൽഫു റിയാലിൻ വഇന്ദക. ഇനി അടുത്തതാ അൽഫു റിയാലിൻ. 2000-ന് എന്താ പറയാ? 2000. അതും 2000 അൽഫൈ മുബത്തദ മുഅഖറൻ അൽഫാനി. അൽഫാനി. അൽഫാനി ട്ടാ. അൽഫാനി. 2000-ന് അൽഫാനി എന്നല്ല പറയാ, അൽഫാനി. പിന്നെ ഇലാഫത്ത് ഇല്ലാത്തത് കൊണ്ട് നൂനിനെ നിലനിർത്താം. പിന്നെ റഫ് ആയതുകൊണ്ട് അലിഫ് കൊണ്ട് റഫ് ചെയ്തു. അൽഫാനി റിയാലിൻ. ഹാദ മുബ്തദ അൽ മബ്ലഗു ബദൽ യക്ഫീന എന്നുള്ള ജുംല മൊത്തം ഖബർ. മബ്ലഗിന്റെ മീനിങ് ഉണ്ട്. എന്താ പറയാ, ഈ സംഖ്യ എന്നൊക്കെ പറയും. ഈ ഒരു സംഖ്യ, ഈ ഒരു എമൗണ്ട് എന്നൊക്കെ പറയും സംഖ്യ എന്ന് പറയാം. ബലഗ എത്തിക്കുക. ഈ സംഖ്യ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. എത്തിക്കുക അതല്ല. അപ്പോൾ കഫ യക്ഫി. യക്ഫി മതിയാകും. ഞാൻ മഫൂലും ബിഹിയാണ്. നമുക്ക് ഈ ഒരു സംഖ്യ നമുക്ക് മതിയാകും എന്നാണ് കേട്ടോ മബ്ലഗ്. അടുത്തത്, യദ്റുസു ബിൽ ജാമിഅത്തി. എങ്ങനെ നോക്കണോ അർത്ഥം? വീട്ടിലത്തെ വർത്താനമാണ് അല്ലേ? ശരി കേട്ടോ, ഒരു മിനിറ്റ്. മബ്ലഗ് നോക്കണേ, നോക്കാം. അടുത്തത് നോക്കിക്കോളൂ. യദ്റുസു ബിൽ ജാമിഅത്തി. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ആരാ? ഒരു മിനിറ്റ്. അൽ മബ്ലഗു മാന. അതെ, മബ്ലഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഖ്യ തന്നെയാണ് കേട്ടോ, എമൗണ്ട്.
കീമത്ത് മിഖ്ദാർ അളവ്, കീമത്ത് വാല്യൂ കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. ശരി. അപ്പോൾ എന്താ പറയുന്നത്, യദ്റുസു ബിൽ ജാമിയത്ത് യൂണിവേഴ്സിറ്റിയിൽ എത്ര വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്? 2000 താലിബിൻ മിൻ ദൗലി ആസിയ ഏഷ്യയിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ 2000 വിദ്യാർത്ഥികൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും പഠിക്കുന്നു. യദ്റുസു ബിൽ ജാമിയത്തി എത്ര 2000 എന്താ പറയാ? 2000 അൽഫാനി അല്ലേ? അപ്പോൾ അവിടെ ലഫ ഉണ്ടാപ്പോൾ നൂന്നെ കളഞ്ഞു. അപ്പം എങ്ങനെയാ? ഫായിലല്ലേ? അൽഫ. യദ്റുസു എന്ന ഫേലിൻ്റെ ഫായിലാണ് കേട്ടോ. അൽഫ താലിബിൻ. പിന്നാണോ താലിബനാണോ? ടീച്ചറെ അത് ഫായിലാകുമ്പോ നൂന് കളയണ എന്തിന്? മുലാഫും കൂടെയാണ്. താലിബിൻ മുലാഫിലേക്ക് അലിഫ് നീ ചേർക്കണം. അൽ കലിമത്തൽ ഊല ഒന്നാമത്തെ പദത്തിന് നീ ചേർക്കണം. ഇല ധാനിയത്തി രണ്ടിലേക്ക്. ഫീമ എലി തുടർന്നു വരുന്ന യാതൊന്നിൽ. ഇബ്നാനി 2 ആൺമക്കൾ. ഹാമിദുൻ ഹാമിദ് ഹാമിദിന്റെ 2 ആൺമക്കൾ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാ? ഇബ്നാ ഹാമിദിൻ. റാഷിദിന്റെ 2 പെൺമക്കൾ. ബിൻതാ റാഷിദിൻ. റൂമിന്റെ 2 ജനവാതിലുകൾ. ശരിയായിട്ടില്ല. റൂമിന്റെ എന്ന് പറയുമ്പോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? നാഫിദത്ത അൽ ഖുർഫത്തി ട്ടാ. നാഫിദത്തൽ ഖുർഫത്തി കൂട്ടി വായിക്കുമ്പോ ട്ടാ. നാഫിദത്തൽ ഖുർഫത്തി. ജപ്പാൻ മുസ്ലിങ്ങൾ. മക്കളെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിച്ചാൽ മതി. 1, 2 കൂടി ലാഫ് ചെയ്തിട്ട് സ്വന്തമായിട്ട് പറയണ്ട. മുസ്ലിമു അൽ യാബാനി കുട്ടി പറയുമ്പോ മുസ്ലിമുൽ യാബാനി ട്ടാ. നൂനിനെ കളഞ്ഞിട്ടൊന്ന് വായിക്കാനുള്ളൂ. ബനൂന ഇസ്രായേലു ഇസ്രായിന്റെ മക്കൾ. ബനു ഇസ്രായേലി ബനു ഇസ്രായേലു ട്ടാ. ബനു ഇസ്രായേലി ഇസ്രായേല. അഫു വേണ്ട ഇസ്രായേല തെറ്റിപ്പോയി. മംനൂ മിന സർഫാണ് കേട്ടാ. ഫതഹയിൽ ജർ ചെയ്യണം കേട്ടാ. ബനു ഇസ്രായേല. ശരി കേട്ടാ. സ്കൂളിന്റെ 2 വാതിലുകൾ. ബാബൽ മദ്രസതി കൂട്ടി. ബാബ അൽ മദ്രസതി കൂട്ടി പറയുമ്പോൾ ബാബൽ മദ്രസതി. മദ്രസയുടെ 2 മുദീറമാർ. 2 അല്ല കേട്ടാ. ഇത് മുസന്നല്ല കേട്ടാ. മുദീർമാർ ജമാണ് കേട്ടാ. അലിഫ്ലാമില്ലേ? കൊടുക്കണ്. അപ്പൊ അലിഫ്ലാമില്ലേ? അപ്പൊ മംനൂമിന സർഫിന്റെ റൂൾ മദാരിസി. ഓക്കെ ശരി. മുദീറുൽ മദാരിസി. മുദീറു നൂനിനെ കളഞ്ഞു. അൽ മദാരിസി ട്ടാ. മംനൂമിന സർഫിന്റെ മദാരിസി ട്ടാ. ശരി ട്ടാ. മുദീറു അൽ മദാരിസി. യദാനി അന്ത നിന്റെ 2 കൈകൾ. നമ്മളെന്ത് ചെയ്യാ? നിന്റെ നാക്കണെങ്കിൽ അബവാനി അന എന്റെ 2 അല്ലെ മാതാപിതാക്കൾ. അനല്ല. അന പറയുമ്പോ ഞാൻ അല്ലല്ലോ ചേർക്ക്. യാ അല്ല ചേർക്ക. എന്റെ എന്ന് പറയുമ്പോ അവിടെ യാക്ക് ഫത്തഹ ഇട്ട് കൊടുത്താ.
അബവാനി എന്ന് പറയാൻ എൻ്റെ എന്നാക്കണ്ടേ. അപ്പം നൂനിനെ കളഞ്ഞ് നിങ്ങൾ അബവാന്നായി. പിന്നെ എൻ്റെ എന്നുള്ളതിൻ്റെ യാമുത്ത കലിമു വന്നു. അപ്പം അബവായ ട്ടാ. യാന് ഫതഹ ഇട്ട് കൊടുക്കണേ. അബവായ. ഓക്കെ. ഐനാനി ഹിയ, അവളുടെ രണ്ട് കണ്ണുകൾ. കഴിഞ്ഞിട്ട് അവിടെ എന്തോന്നു അനയാ എൻ്റെ പറയുമ്പോ എങ്ങനെ? ബൈത്തി, എൻ്റെ വീട്, എൻ്റെ ഉപ്പ, അബി, അബവാനി, അന, അബവായ. നൂനിനെ ഹദഫ് ചെയ്യുമ്പോ അബവാ, നൂനിനെ കളഞ്ഞു. പിന്നെ യാമുത്തക്കല്ലിം, എൻ്റെ എന്നർത്ഥം കിട്ടാൻ യാമുത്തക്കല്ലിം ഇട്ട് കൊടുത്തു. അപ്പൊ അബവായ. ഓക്കെ. അവളുടെ രണ്ടു കണ്ണുകൾ. ഐനാഹ, ഐനാഹ, ഐന, നൂനിനെ കളഞ്ഞു. ഹാ, അവളുടെ. ഐനാഹ. അടുത്തത് സന്നി. സന്നി എന്ന് പറഞ്ഞാല് സന്ന യുസന്നി അല്ലേ? അതിന്റെ അതൊന്നുമില്ല ടീച്ചറെ, ഞങ്ങളിൽ അതൊന്നുമില്ല. അത് വരല്ലോ അതിനാ വരല്ലോ. അടുത്ത എക്സസൈസ് ആണ് കേട്ടാ. അടുത്തതാണ് പറയണത് കേട്ടാ. സന്നി നീ മുസന്നയാക്കണം കേട്ടാ. അൽ കലിമാത്തിലെത്തി പദങ്ങളെ, അല്ലത്തി യാതൊരു, തഹ്തഹ ഖത്തുൻ അടിവരയിട്ട പദങ്ങളെ, ഫീൽ ജുമലിൽ ആത്തിയെത്തി തുടർന്ന് വരുന്നതായ വാക്കുകളിൽ അല്ല വാചകങ്ങളിൽ, തുടർന്ന് വരുന്നതായ വാചകങ്ങളിലെ അടിവരയിട്ട പദങ്ങളെ അടിവരയിട്ടതായ യാതൊരു പദങ്ങളെ നീ മുസന്നയാക്കണം. ഓക്കെ അല്ലേ? അതുണ്ടല്ലോ അല്ലേ നിങ്ങളുടെ ബുക്കില്? ഉണ്ട്. ഐന ഐന അമ്മുക യാ ഇബ്രാഹിമു, ഇബ്രാഹിമേ നിന്റെ ഉപ്പയുടെ സഹോദരൻ എവിടെയാണ്? അതെന്താക്കണം? അടിവരയിട്ട പദത്തിന്, ഒരു മിനിറ്റ് കേട്ടാ, അടിവരയിട്ട പദത്തിനെ മുസന്നയാക്കണം. അപ്പൊ മുസന്നയാക്കണം. മുഅന്നസല്ല അല്ലെ മുസന്ന, ഞാൻ മനസ്സിൽ നിന്ന് പോയി. അമ്മുനെ മുസന്നയാക്കുമ്പോൾ അമ്മുൻ, അപ്പൊ മുസന്നയാക്കുമ്പോൾ അമ്മാനി എന്നല്ലേ? അമ്മാനി നിന്റെ അമ്മാവന്മാർ. അമ്മാനി പ്ലസ് അന്ത അമ്മാക്ക. കണ്ടോ? അമ്മുനല്ലേ തന്നത്? അമ്മുൻ പ്ലസ് കായാണ് തന്നത്. ഒരു അതിന് മുസന്നയാക്കുമ്പോൾ രണ്ട് പേരാവണ്ടേ? അപ്പോൾ അമ്മാനി എന്നാവൂലേ? അമ്മുൻ ഒരു അമ്മാവൻ, ഒരു അങ്കിൾ. അമ്മാനി രണ്ട് അമ്മാവന്മാർ. പിന്നെ ഇളാഫ വരുമ്പോൾ എന്തായി? ആ നൂനിനെ കളഞ്ഞു. അപ്പോൾ അമ്മാക്ക. ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? സന്ന എന്ന് പറഞ്ഞാൽ അവൻ മുസന്നയാക്കി, ഡ്യുവലാക്കി, ഇരട്ട എന്താ പറയാ ഡ്യുവലിനെ ദ്വിവചനമാക്കി. ആ, സന്നി യുസന്ന, അതിന്റെ അമ്രിഫയിലാണ്. നീ ആക്ക്, നീ മുസന്നയാക്ക്. അമ്രാണ്, നീ മുസന്നയാക്ക്. ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ. ഇർഫ യദക, ഇർഫ നീ ഉയർത്ത്, യദക നിന്റെ, യദക നിന്റെ ഒരു കയ്യെ, യദുൻ യദ മഫൂലും ബിഹി ആയതുകൊണ്ട് യദ, യദ ഖ നിന്റെ രണ്ട് കൈ അല്ല നിന്റെ കൈ നീ പോക്ക്. ഇനി രണ്ട് കൈ പോക്ക് എന്ന് എങ്ങനെ പറയാം? യദുന്റെ മുസന്ന ആക്കാതെ. യദുന്റെ മുസന്ന എന്താ? യദാനി, യദാനി. പിന്നെ ഇർഫ യദക എന്ന് പറയുമ്പോൾ മഫൂലും ബിഹിയാണ്. മഫൂലും ബിഹി ആവുമ്പോൾ യദൈനി. പിന്നെ ഇളാഫത്തിന്റെ സമയത്ത് നൂനിനെ കളഞ്ഞു. അപ്പോൾ യദൈ, പിന്നെ കാഫ് വെച്ചു, യദൈക. കണ്ടോ? ഇർഫ യദൈക നീ നിന്റെ രണ്ട് കൈ പൊക്ക്. ഇർഫ യദൈക. അടുത്തത് ഞാൻ ചോദിക്കട്ടെ, ഓരോരുത്തരായിട്ട് പറഞ്ഞാൽ മതി കേട്ടാ. മാതാ കാലത്തിൽ മർഅതു ലിബിൻതഹ. മാതാ കാലത്തിൽ മർഅതു, ആ സ്ത്രീ അല്ല, ആ സ്ത്രീ എന്ന് പറയില്ല, അതന്നെ, ആ സ്ത്രീ അവളുടെ മകളോട് എന്താണ് പറഞ്ഞത്? മാതാ കാലത്തിൽ മർഅതു, സ്ത്രീ എന്താണ് പറഞ്ഞത്? ലിബിൻതഹ അവളുടെ മകളോട്. അപ്പോൾ അവൾ ശബന പറഞ്ഞോളൂ കേട്ടാ. അവളുടെ രണ്ട് പെൺമക്കളോട് എന്നെങ്ങനെ പറയാം? ലിബിൻതഹ. അടിവരയിട്ടത് എന്തിനല്ലേ? എങ്ങനെയാവും രണ്ട് പെൺമക്കളോട്? ബിൻതാനി വന്നു. ഇനി ലീ ഉണ്ട്, ഹർഫു ജർ.
അപ്പൊ ബിൻതൈ, ബിൻതൈനി. ഇനി ഹാ ലി ചേർത്തേ, ബിൻതൈനി. ഇലാഫ ചെയ്തേ, ഏഹ് ഇലാഫ ചെയ്തേ, മുലാഫ ആക്കി പറഞ്ഞേ. ബിൻ ലി ബിൻ അൽ മർഅത്തുൽ ലി ബിൻതൈ. ലി ബിൻതൈ ഹാ, ഇലാഫ ബിൻതൈ ആ. ബിൻതൈഹ, ലി ബിൻതൈ, ബിൻതൈഹ. അപ്പൊ ബിന്തുവിനെയാണ് നമ്മൾ എന്താക്കേണ്ടത്, മുസന്ന ആക്കേണ്ടത്. അപ്പൊ ബിൻതാനിയോ. പിന്നെ ഹർഫ് ജർ വന്നത് കൊണ്ട് ബിൻതൈനിയായി, ലീ വന്നത് കൊണ്ട്. ഇലാഫ വരുമ്പോ നൂനിനെ കളഞ്ഞു, ബിൻതൈഹ. ഓക്കെ, അടുത്തത് ഫാത്തിമത്തെ പറഞ്ഞേ. ഗസലത്തുൽ അല്ല ഇവിടെ ടീച്ചറെ, ഇവിടെ നമുക്ക് ഇലാഫത്താക്കിയിട്ട് പറയണം. ഇവിടെ ഇപ്പൊ എഴുതുമ്പോ ഉത്തരം എഴുതുമ്പോ ആ കാരണം ഹാന കളയാൻ പാടില്ലല്ലോ. ആ അവിടെ അവളുടെ പെൺമക്കൾ തന്നെ വരണം കേട്ടാ, ഹാന കളയരുത്. ഫാത്തിമ റെഡി അല്ലേ? ഗസൽ തു ഞാൻ കഴുകി, റിജിലി എൻ്റെ കാല്, എൻ്റെ ഒരു കാല് ഞാൻ കഴുകി. ഇനി റിജില് എൻ്റെ രണ്ട് കാല് കഴുകിയെന്ന് എങ്ങനെ പറയാ? ഗസൽ തു റിജിലാനി. റിജിലാനി. ഇനി രണ്ട് കാല് റിജിലാനി. റിജിലൈ അത് മഫൂല് ബിഹിയാവും. അപ്പൊ റിജിലൈനി. ആ എൻ്റെ എന്റെ അല്ലേ? എൻ്റെ. ഇനി യാമുത്ത കലിമിലേക്ക് ഇലാഫത്ത് ചെയ്യണം. അപ്പൊ എങ്ങനെ വരിക? അപ്പം റിജിലൈ. റിജിലൈ. നീ നൂനിനെ കളയണ്ടേ മുലാഫാവുമ്പോ? അത് തന്നെ. അപ്പൊ റിജിലയാ. ആ റിജില. ആ റിജിലൈ. അത് റിജിലൈ കളഞ്ഞ് പ്ലസ് എന്നിട്ട് വീണ്ടും എന്റെ എന്ന് വരണ്ടേ ടീച്ചറെ? റിജിലൈനി എന്നുള്ളതിന്റെ നൂനിനെ കളഞ്ഞപ്പോ റിജിലൈ, പിന്നെ യാ മുത്തക്കലീം. അപ്പൊ രണ്ട് യാ വന്നപ്പോ റിജിലയ്യ, റിജിലയ്യ, റിജിലയ്യ. ഓക്കെ, രണ്ട് യാ അടുത്ത് വന്നപ്പോൾ അതിന് ശ്രദ്ധ കൊടുക്കണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, റിജിലയ്യ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആൾ വായിച്ചേ. അഹാദ തിൽമീദുക, ഹാദ തിൽമീദുക. ഇത് നിന്റെ ഒരു വിദ്യാർത്ഥിയാണോ അല്ലേ? തിൽമീദുൻ വിദ്യാർത്ഥി, തിൽമീദുക നിന്റെ വിദ്യാർത്ഥി, ഹാദ തിൽമീദുക ഇത് നിന്റെ ഒരു വിദ്യാർത്ഥിയാണോ. ഇനി ഇത് വായിക്കാത്ത ഒരാൾ വായിച്ചേ. ഇത് നിന്റെ രണ്ട് വിദ്യാർത്ഥികളാണോന്ന് എങ്ങനെ പറയാ? ആരാ വായിക്കാത്തത്? തിൽമീദാനി ആണ് മുസന്ന. പിന്നെ കാഫിലേക്ക് ചേർക്കുമ്പോൾ നൂലിനെ കളയണ്ടേ. അപ്പൊ എങ്ങനെ പറയാം? ഇതാക്കണ്ട, നെസ്ബോ ജെറോ ചെയ്യണ്ട. തിൽമീദാനി നൂനിനെ കളഞ്ഞപ്പോ എന്തായി? ആ തിൽമീദാക്ക. ഇത്രേ ഉള്ളൂ. ആ പക്ഷെ ഹാദൻ എന്താക്കണം? രണ്ടല്ലേ? അപ്പൊ എന്ത് ഹാദക്കൊരു മാറ്റം വരുത്തണ്ടേ? ആ ഹാദാനി. അഹാദാനി തിൽമീദാക്ക, അഹാദാനി തിൽമീദാക്ക. ഇത് നിന്റെ രണ്ട് വിദ്യാർത്ഥികളാണോ? ഹാദാനിക്ക് മാറ്റം വരുത്തണം കേട്ടാ. അഹാദാനി തിൽമീദാക്ക. കറക്റ്റ് കേട്ടാ. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അടുത്ത ആരാ വായിക്കുന്നത്? വായിക്കാത്ത ആരെങ്കിലും ഒന്ന് വായിച്ചേ. അരിസാലത്തക്ക. ഹുദ് എന്താ? എടുക്ക്. ആ അല്ലെങ്കിൽ പിടിക്ക്. ആ നിന്റെ കത്ത് നീ എടുക്കുക, നിന്റെ കത്ത് നീ പിടിക്കുക. ഹുദ് നീ പിടിക്കുക അല്ലെങ്കിൽ നീ എടുക്കുക നിന്റെ കത്ത്. റിസാലത്തക്ക അതൊന്ന് മുസന്നയാക്കിയേ. സെന്ന് റിസാല ആനിയ, റിസാലാനി എന്നാണ്. തായില്ലേ ഇന്? റിസാലത്തുൻ മുസന്നാക്കിയേ. റിസാലത്താനി. ഇനി ഇത് മഫൂൽ ബിഹിയാണ്. അപ്പൊ എങ്ങനെ വരിക? റിസാലത്തൈനി. ഇനി കാഫിലേക്ക് ഇലാഫ ചെയ്താൽ ഉന്ന കളഞ്ഞേ. റിസാലത്തേക്ക് നൂനിനെ കളഞ്ഞിട്ടില്ലല്ലോ. ആ റിസാലത്തേക്ക കറക്റ്റ്. നൂനെ കളഞ്ഞു കേട്ടോ. ബറക്കല്ലാഹു ഫീക്ക്. നൂനെ കളഞ്ഞു. റിസാലത്തേക്ക. ഹുദ് റിസാലത്തേക്ക, ഹുദ് റിസാലത്തേക്ക കേട്ടോ. ബറക്കല്ലാഹു ഫീക്കും. അടുത്തത് ആരാ വായിക്കുന്നത്? ഞാൻ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ബാ ഉക്കാശത്തു. ഉക്കാശത്തു ഒരാളെ പേരാണ് കേട്ടാ. വിറ്റു. ഉക്കാശ വിറ്റു. ബൈത്തഹു അവൻ്റെ വീട്. ഉക്കാശ അവൻ്റെ വീട് വിറ്റു. ഉക്കാശത്താണ് ഫായിൽ കേട്ടാ. ബൈത്തഹു മഫൂൽ ബിഹി. ആരാ വായിക്കുന്നത്?
ഹൂ അല്ലേ? ബൈത്തൈ പോവല്ലേ? ഹി അതിന് മാച്ചായിട്ട് ബൈത്തേഹി ബൈത്തൈഹി കേട്ടോ. ബൈത്തൈഹി. ഓക്കെ. ആ ബൈത്തേഹി ബാ ഉക്കാശത്തു ബൈത്തേഹി ഉക്കാശ അവൻ്റെ രണ്ട് വീട് വിട്ട് ബൈത്തൈ ബൈത്തൈനി എന്നാണ് ബൈത്തൈഹി. പിന്നെ അതിന് മാച്ചായിട്ട് ഹൂ എന്നുള്ളത് ഹി ആക്കിക്കോളൂ കേട്ടോ. അടുത്തതാര വായിക്കുന്നത്? ബൈത്തൈഹി. അടുത്ത ഞാൻ പറഞ്ഞ ആഴ്ത്തൈത്തു ആഴ്ത്ത നൽകി, യുഴത്തി നൽകുന്നു, ആഴ്ത്തൈത്തു ഞാൻ നൽകുന്നു, അൽ അജീറ എന്താ അജീർ എന്നാണ് കൂലിക്കാരന്. പിന്നെ ഒന്നുകൂടിയില്ലേ? ഹാദ സിവാറു. അതുണ്ട് അല്ലേ, 8 അല്ലേ. ഹാദ സിവാറു ഈ വള, സമനുഹു അതിൻ്റെ വില, മിഅത്തു റിയാലിൻ 100 റിയാലാണ്. ഈ വള അതിൻ്റെ വാല്യൂ അതിൻ്റെ വില 100 റിയാലാണ്. മിഅത്തു റിയാലിൻ. ഹദ മുബ്തദ സിവാറു ബദൽ, സമനുഹു മിഅത്തു റിയാലിൻ എന്നുള്ള ജുംല മൊത്തം ഖബർ. പിന്നെ സമനു മുബ്തദ മുലാഫ് മുലാഫിലേഹി മിഅത്തു ഖബർ വഹുവ മുലാഫ് റിയാലിൻ മുലാഫിൻ ഇലൈഹി. അപ്പോൾ ഈ വില അതിൻ്റെ മൂല്യം 200 റിയാലാണെന്ന് പറയുമ്പോൾ അത് എളുപ്പമാണ് അല്ലേ. 200 റിയാൽ അങ്ങനെ പറയാം. സമനുഹു മിഅത്താ റിയാലിൻ. മിഅത്തേ വേണ്ട കേട്ടോ, ഖബറല്ല ഇവിടെ. മിഅത്താ റിയാൽ തൂന്ന് താക്കിന് ഒമ്മ കാണുമ്പോൾ പിന്നെ അത് മർഫുവായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. മിഅത്താ റിയാലിൻ. അവിടെ സിവാറിനെ നമ്മൾ മാറ്റിയിട്ടില്ല. സിവാറാനി എന്ന് പറയണില്ലല്ലോ, 2 വല പറയണില്ലല്ലോ. 2 വല പറയണില്ലല്ലേ. ഹാദ സിവാറാനി എന്ന് പറയുമ്പോഴല്ലേ ഹാദാനി വരുള്ളൂ. അവിടെ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ മിഅത്തിനല്ലേ മാറ്റണുള്ളൂ. ഓക്കെ. അടുത്തത് എന്താ പറയുക? ആഴ്ത്തൈത്തുൽ അജീറ കൂലിക്കാരന് ഞാൻ 100 റിയാൽ നൽകി. ആഴ്ത്ത യുഅത്തി ആഴ്ത്ത ആഴ്ത്ത കേട്ടിട്ടില്ലേ? ആഴ്ത്ത 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 ആഴ്ത്തു ആഴ്ത്തത ആഴ്ത്തത ആഴ്ത്തൈന ആഴ്ത്തൈത്ത ആഴ്ത്തൈത്തുമ ആഴ്ത്തൈത്തു ആഴ്ത്തൈത്തി ആഴ്ത്തൈത്തുമ ആഴ്ത്തൈത്തുന ആഴ്ത്തൈത്തു ആഴ്ത്തൈന ഇന്ന ആഴ്ത്തൈന നാം നൽകി. ആഴ്ത്തൈന ആഴ്ത്തൈത്തു ഞാൻ നൽകി, ആഴ്ത്തൈന നാം നൽകി എന്നിട്ട് അള്ളാഹു പറഞ്ഞു. ആഴ്ത്തൈനാക്കൾ കൗസറ നൽകി എന്ന് പറയുന്നില്ലേ. ആഴ്ത്തൈത്തു നാം നൽകി ആർക്ക്? അജീറന് നൽകിയത് മിഅത്ത റിയാൽ. അപ്പോൾ 2 മഫൂലും ബിഹി ഉണ്ട് കേട്ടോ. ഈ ആഴ്ത്ത എന്നുള്ള ഫിഅലൊക്കെ എന്തുണ്ടാവും? 2 മഫൂലും ബിഹി വരും കേട്ടോ അതിന്. കണ്ടോ, ആർക്കാണോ നൽകിയത് എന്താണോ നൽകിയത്. അപ്പോൾ 2 മഫൂലും ബിഹി ആയില്ലേ. ആർക്കാ നൽകിയത്? അജീറന്. അജീറ എന്ന് പറഞ്ഞാൽ കൂലിക്കാരന്. എന്താ നൽകിയത്? മിഅത്ത. അപ്പോൾ 2 മഫൂലും ബിഹി ആയിട്ടാ. അപ്പോൾ നമ്മൾ എന്താക്കണം? മിഅത്ത എന്നുള്ളത് മിഅത്താനി, പിന്നെ അത് മഫൂലും ബിഹി ആയപ്പോൾ മിഅത്തൈനി. അപ്പോൾ ഇളാഫ വരുമ്പോൾ മിഅത്തൈ റിയാലിൻ മിഅത്തൈ റിയാലിൻ ട്ടാ. മിഅത്തൈ റിയാലിൻ കൂലിക്കാരന് ഞാൻ 200 റിയാൽ നൽകി. അടുത്തത് അല്ല ടീച്ചറെ, അവിടെ വേറൊരു മഫൂൽ ബി അജീറ, അത് അങ്ങനെ തന്നെ വരുള്ളൂ അല്ലേ? അതിനൊന്നും മാറ്റില്ല. ഇവിടെ അല്ലേ, ഇവിടെ 200 ആക്കുമ്പോൾ അവിടെ അതിൻ്റെ ഫ്രണ്ടിലോട്ടൊന്നും മാറില്ല. ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെ ഇവിടെ മുലാഫിനിലേക്ക് നമ്മൾ എന്തായാലും എന്താ പറയുക മുഫ്രദായിട്ട് തന്നെയാണ് പറയണത്, അതുകൊണ്ട് അവിടെ മാറ്റങ്ങളില്ല. അഹൂഹു തബീബുൻ അവൻ്റെ സഹോദരൻ ഡോക്ടറാകുന്നു. അവൻ്റെ ഹിസ് ബ്രദർ ഈസ് എ ഡോക്ടർ. അഹൂഹു 2 സഹോദരന്മാരെന്ന് പറയുമ്പോൾ അഹുൻ ഒരു ബ്രദർ, അഹവാനി 2 ബ്രദർ അല്ലേ. അഹവാനി നൂനിനെ കളഞ്ഞപ്പോൾ അഹവാ ഹു അഹവാഹു ഒരു ഡോക്ടറല്ലേ, 2 പേരില്ലേ. ത്വബീബാനി അഖവാഹു ത്വബീബാനി. അടുത്തത് തബ്ഹസു ഫാത്തിമതു അൻ അഖിഹ ഫാത്തിമ അവളുടെ സഹോദരനെ തിരയുന്നു. തബ്ഹസു തിരയുന്നു, ഫാത്തിമതു അൻ അഖിഹ ഫാത്തിമ അവളുടെ സഹോദരനെ തിരയുന്നു.
ഫാത്തിമാനെയും തബ്ഹസു എന്ന് മാറ്റണ്ട. അൻ അഹുൻ ബ്രദർ, അഹവാനി, അഹവൈനി. അന്ന് വന്നപ്പോൾ അഹവൈഹ. അഹവൈഹ കണ്ടോ, അഹവൈഹ ചെയ്ത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രാക്ടീസിൻ്റെ കുറവാന്ന് മനസ്സിലാക്കിക്കോട്ടാ. മാത്ത അബൂഹു, അവളുടെ ഉപ്പ മരിച്ചു, പിതാവ് മരിച്ചു. മാത്ത അവരുടെ മാതാപിതാക്കൾ മരിച്ചു. മുസന്ന ആക്കുകയല്ലേ. അബൂഹു എന്നുള്ളത് അബവാനി, അബവാനി നൂനിനെ കളഞ്ഞു. അബവൈഹു. എന്തിനാ ഇത് നെസ്ബാക്കിയത്? അബവാഹു. അബവാഹു. അബവാഹു മാതാപിതാക്കൾ. അവളുടെ അല്ല കേട്ടോ, അത് അവൻ്റെ ട്ടാ. ഫായിലാണല്ലേ. ആ ഞാൻ തെറ്റി പറഞ്ഞു, അവളെന്ന് പറഞ്ഞു. ഫായില് അബവാ. അബവാഹു. അബവാഹു ട്ടാ, അവൻ്റെ ട്ടാ, അവൻ്റെ പിതാവ് മരിച്ചു. മാത്ത അബവാഹു, അബവാഹു. ഇനി അടുത്തും കൂടി നോക്കിക്കോളൂ. അലിഫ് നീ ചേർക്കണം. അസ്മാ അൽ ആത്തിയത്ത തുടർന്നു വരുന്ന ഇസ്മുകളെ ഇല യാ ഇൽ മുത്തക്കല്ലിമി യാ മുത്തക്കല്ലിമിലേക്ക് ചേർത്തണം. വദ്ബിത് യാ ഇ ബിഷക്കലി പിന്നെ യാഇൻ്റെ ഹർക്കത്ത് അത് വ്യക്തമാക്കണം. വദ്ബിത് അതായത് അവസാനത്തെ ഹർക്കത്ത് വ്യക്തമാക്കാം. ഇൽമൻ ബി അന്ന യാ ഇൽ മുത്തക്കല്ലിമി മഫ്തൂഹത്തുൻ മാ ഇസ്മു ആഖിറുഹു ബി ആ, അതായത് ഇസ്മിൻ്റെ അത് പറഞ്ഞത് ഔ യാ ഒരു മിനിറ്റ്. ഇസ്മിൻ്റെ അവസാനം അലിഫോ അതെവിടെ കിടക്കുന്നത്, അബവാനി എന്നൊക്കെ ഉള്ള കൊടുത്തിട്ടാ. ഇസ്മിൻ്റെ അവസാനം അലിഫ് അബവാനി, നമ്മൾ ഇതിന് തൊട്ട് മുന്നിലേ അബവാനി പ്ലസ് അന കണ്ട. ഇതിൻ്റെ മുന്നത്തെ എക്സസൈസിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് വൺ അബവാനി പ്ലസ് അന. അപ്പം ആ നൂനിനെ നമ്മൾ കളഞ്ഞിട്ട് അബവാ എന്നിട്ട് യാ കൊടുത്തില്ലേ, അബവായ അത് വായിച്ചില്ലേ നമ്മൾ. അതാണ് പറയണത്. അപ്പം അത് അബവാ എന്ന് പറയുമ്പോൾ അലിഫല്ലേ. അപ്പം ഇസ്മിൻ്റെ അവസാനം അലിഫ്, പിന്നെ യാ മുത്തക്കലിമ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാ മുത്തക്കലിമിന് ഫതഹയാണ് വരികയെന്ന്. ഇൽമൻ നീ അറിയണം ബി അന്ന യാ ഇൽ മുത്തക്കല്ലിമി മഫ്തൂഹത്തൻ എന്ന് നീ അറിയണം യാ മുത്തക്കല്ലിമിന് ഫതഹ നൽകപ്പെടണം. മാ ഇസ്മി ഇസ്മിനോടൊപ്പം ആഖിറുഹു അലിഫൻ ഔ യാ ഉ സാക്കിനത്തുൻ സുക്കൂനുള്ള യാ ഓ അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ അലിഫോ വരുമ്പോൾ ഈ യാ മുത്തക്കല്ലിമിന് ഫതഹ കൊടുക്കണം. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയാവും കേട്ടോ. ഞാൻ നോക്കിക്കോളൂ കേട്ടോ. നോക്കിയേ എൻ്റെ പേജ് ഒന്ന് മറിക്കട്ടെ. അയ്യോ പേജില്ലേ, ഞാൻ പേജ് ഇട്ടിട്ടില്ല. ഒരു മിനിറ്റ് കേട്ടോ. റബ്ബി ഇതേതാ പേജ്? ഒരു കുട്ടിൻ്റെ അല്ലേ, ഒരു വീടിൻ്റെ പിക്ചർ ആയിരുന്നു. അതിലില്ലല്ലോ. ആ കിട്ടി കിട്ടി കിട്ടി. നോക്കിക്കോളൂ കേട്ടോ. അഹവാനി, അഹവാനി എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രദേഴ്സ്. അപ്പോൾ എൻ്റെ രണ്ട് ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ ആ നൂനിനെ കളയുമ്പോൾ എന്തായി, അവിടെ യാമുത്തക്കലിമിലേക്ക് ചേർത്ത്. അപ്പോൾ ഒരു അലിഫ് വന്നില്ലേ, അഹവാ. അപ്പോൾ നമ്മൾ യാമുത്തക്കലിമിലേക്ക് ചേർക്കുമ്പോൾ ഫതഹയുള്ള യാ ആക്കണം. അഹവായ കണ്ടോ, എൻ്റെ രണ്ട് സഹോദരന്മാർ. ഉഖ്താനി എൻ്റെ രണ്ട് സഹോദരിമാർ. അവിടെ ഉഖ്തായ അല്ല സോറി ഉഖ്താനി എന്ന് പറഞ്ഞാൽ രണ്ട് സഹോദരിമാർ. ഉഖ്തായ എൻ്റെ രണ്ട് സഹോദരിമാർ. ഉഖ്തുൻ അബവാനി രണ്ട് മാതാപിതാക്കൾ. നൂനിനെ കളഞ്ഞിട്ട് എൻ്റെ യാമുത്തക്കലിമിലേക്ക് ചേർക്കുമ്പോൾ അബവായ എൻ്റെ രണ്ട് മാതാപിതാക്കൾ. അബവായ സ്വദീഖാനി രണ്ട് കൂട്ടുകാർ. അതിലേക്ക് യാമുത്തക്കലിം ചേർത്താണ്. എൻ്റെ രണ്ട് കൂട്ടുകാർ എന്ന് പറയുമ്പോൾ ഇലാഫ ചെയ്യുമ്പോൾ നൂനിനെ കളഞ്ഞു. അപ്പോൾ സദീഖാ പിന്നെ അലിഫാണ് ലാസ്റ്റ്. പിന്നെ യാമുത്തക്കലിമിലേക്ക് ചേർക്കുമ്പോൾ സദീഖായ. അടുത്ത നോക്കിയേ റിജിൽ എന്താണ് സദീഖായ. ജമീലാനി രണ്ട് സഹപാഠികൾ. ജമീലായ ഈസിയാണ്. എൻ്റെ രണ്ട് സഹപാഠികൾ. യദാനി രണ്ട് കൈകൾ. യദായ എൻ്റെ രണ്ട് കൈകൾ. ഐനാനി രണ്ട് കണ്ണുകൾ. ഐനായ എൻ്റെ രണ്ട് കണ്ണുകൾ. ഇത് കൺഫ്യൂഷൻ ഇല്ലല്ലോ, എളുപ്പമല്ലേ, എളുപ്പമല്ലേ.
ആ ആ ആ അടുത്തത് ഇത് എടുത്തിട്ടുള്ളതല്ലേ, ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ആലിഫിൽ കലിമാത്തിൽ ലത്തി, നീ ചേർത്തണം പദങ്ങളെ, അല്ലത്തി തഹ്തഹ ഖത്തുൻ ഇല യാ ഇൽ മുത്തക്കലിമി, പിന്നെ യാ ഇൽ മുത്തക്കലിമിലേക്ക് ചേർത്തണം. ഏത് അടിവരയിട്ടതായ പദങ്ങളെ നീ യാ ഇൽ മുത്തക്കലിമിലേക്ക് ചേർത്തണം. വളുബിത്ത് യാ, എന്നിട്ട് യാഇൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ ഹർക്കത്ത് വ്യക്തമാക്കുക, ഹർക്കത്ത് കൊടുക്കണം. ഒന്നാമത്തേത് ഇപ്പുറത്തുണ്ടോ, ഇപ്പുറത്തുണ്ട് അല്ലേ. ഗസൽ തു, ഞാൻ കഴുകി. അരിജിലൈനി, എൻ്റെ അല്ല സഫർ, 2 കാലുകൾ ഞാൻ കഴുകി. അതിലേക്ക് എൻ്റെ 2 കാലുകൾ എന്നാക്കണം. അപ്പോൾ റിജിലൈനി എന്നുള്ളിടത്ത് കാലുകൾ, അപ്പോൾ നൂനിനെ കളഞ്ഞിട്ട് വേണം നമ്മൾ യാ മുത്തക്കലിമിലേക്ക് ചേർത്താൻ. അപ്പോൾ നോക്കിയ റിജിലൈനി എന്ന് പറയുമ്പോൾ നൂനിനെ കളയുമ്പോൾ റിജിലൈ, യാക്ക് സുക്കൂൻ. പിന്നെ നമ്മൾ യാ മുത്തക്കലിമിലേക്ക് ചേർത്തുമ്പോൾ അതിൻ്റെ യാ, അപ്പോൾ 2 യാ അടുത്ത് വന്നു, അപ്പോൾ നമ്മൾ ശ്രദ്ധ ഇട്ട് കൊടുക്കുക. ഗസൽതു അർരിജിലയ്യ, അർരിജിലയ്യ, റിജിലയ്യ, ലയ്യ, കണ്ടോ, റിജിലയ്യ, ശ്രദ്ധ ഇട്ട് കൊടുത്തു. അടുത്ത നോക്കിയേ, ഗമ്മൽതുൽ ഐനൈനി, ഗമ്മൽതു ഞാൻ അടച്ചു, ചിമ്മി. ഐനൈനി എൻ്റെ 2 കണ്ണുകൾ, എൻ്റെ 2 കണ്ണുകൾ ഞാൻ അടച്ചു. ഗമ്മൽതു എൻ്റേത്, അങ്ങനെ പറയുമ്പോൾ എങ്ങനെ പറയാ? ഇപ്പം പറഞ്ഞത് 2 കണ്ണുകൾ അടച്ചതാണ്. ഈ യാമുത്തക്കലിമിലേക്ക് ചേർത്തുമ്പോൾ ഗമ്മൽതുൽ ഐനയ്യ, മഫൂലും ബിഹി ആയതുകൊണ്ട് ഐന, ഐനയ്യ. ദഅഉതു ഞാൻ വിളിച്ചു. അസ്വദീഖൈനി 2 കൂട്ടുകാരെ ഞാൻ ക്ഷണിച്ചു. എൻ്റെ 2 കൂട്ടുകാർ. സ്വദീഖയ്യ, സഅൽതു ജമീലൈനി എൻ്റെ വേണ്ട 2 സഹപാഠികളോട് ഞാൻ ചോദിച്ചു. എൻ്റെ 2 സഹപാഠികൾ എന്നെങ്ങനെ പറയാം? ജമീലയ്യ. റഫഅതു യദൈനി 2 കൈകൾ ഞാൻ പൊക്കി. എൻ്റെ 2 കൈകൾ എന്നെങ്ങനെ പറയാം? റഫഅതു യദയ്യ. വേണ്ട, അല്ലിട്ടിട്ട് തന്നില്ല, അപ്പൊ അലിഫ്ലാം ഇട്ടോളൂ. അല്ലല്ല, വേണ്ട വേണ്ട, അലിഫ്ലാം വേണ്ട കേട്ടോ, തെറ്റിപ്പോയി, മുലാഫല്ലേ. അലിഫ്ലാം വേണ്ട കേട്ടോ, അങ്ങനെ അലിഫ്ലാം ഇടണ്ട, മുലാഫിന് അലിഫ്ലാം ഇല്ല. യദയ്യ കേട്ടോ, ജമീലയ്യ, സ്വദീഖയ്യ, ഐനയ്യ, മുലാഫാണല്ലോ അത്. ഉസ്താദാനി മിനൽ മിൻ മിസ്ര 2 ഉസ്താദുമാർ മിസ്രിൽ നിന്നാണ്. അപ്പൊ എൻ്റെ 2 ഉസ്താദുമാർ എങ്ങനെ പറയാം? ഉസ്താദയ്യ. ഇതിപ്പോ ഏതാ? ഉസ്താദയ്യ, ഒരു തരം കൂടി ഉണ്ട് അല്ലേ. ഉസ്താദയ്യ മിൻ മിസ്ര. അടുത്തത് കേട്ടോ, ഇതിൽ തന്നെ ബാക്കിയുള്ളത് കേട്ടോ. എന്തായിരുന്നു? ഐന വജത്ത അദ്ദഫ്തറൈനി 2 നോട്ട് പുസ്തകങ്ങൾ എവിടെയാണ് കണ്ടെത്തിയത്? എൻ്റെ 2 നോട്ട് പുസ്തകങ്ങൾ ആക്കിയ ദഫ്തറയ്യ. ഐന വജത്ത ദഫ്തറയ്യ, ഐന വജത്ത ദഫ്തറയ്യ. ഇന്നൽ അഹ്വൈനി ആലിമാനി ജലീലാനി, തീർച്ചയായും അഹവൈനി. പറഞ്ഞില്ലേ? ശ്രദ്ധ വരൂല, ഉസ്താദായ. ശ്രദ്ധ വരില്ല, ഉസ്താദായ. ശ്രദ്ധയില്ല കേട്ടാ, ശ്രദ്ധയില്ലല്ലോ. ഉസ്താദാനി യാ വെച്ചാൽ മതിയല്ലോ. ഉസ്താദായ മിൻ മിസ്ര, ശ്രദ്ധയില്ല കേട്ടാ, ഉസ്താദായ മിൻ മിസ്ര. മറ്റൊരുത്തൊക്കെ യാളുള്ളത് കൊണ്ട് 2 യാ ശ്രദ്ധ, അതായത് ഉസ്താദായ. മറ്റൊരുത്തൊക്കെ യാളുള്ളത് കൊണ്ട് ശ്രദ്ധ ഉണ്ടായിരുന്നു, ഇതിന് ശ്രദ്ധയില്ല കേട്ടാ.
മറ്റേത് ദഫ്തറയ്യ കേട്ടോ. അവിടെ ശ്രദ്ധയുണ്ട് ഉള്ളത് കൊണ്ട് കേട്ടോ. നിന്റെ 2 നോട്ട് ബുക്കുകൾ നീ എവിടെയാണ് കണ്ടെത്തിയത്? നീ എവിടെയാണ് കണ്ടെത്തിയത്? എൻ്റെ 2 നോട്ട് ബുക്കുകൾ, നിൻ്റെ അല്ല മുസ്തഫ. എൻ്റെ 2 നോട്ട് ബുക്കുകൾ നീ എവിടെയാണ് കണ്ടെത്തിയത്? പിന്നെ എന്താ? ഇന്നൽ അഹവൈനി, തീർച്ചയായും സഹോദരന്മാർ, 2 സഹോദരന്മാർ, ആലിമാനി ജലീലാനി, മഹാന്മാരായ പണ്ഡിതരാണ്. തീർച്ചയായും എൻ്റെ 2 സഹോദരന്മാർ. അവിടെ ശ്രദ്ധയുണ്ട് കേട്ടാ. ഇന്നൽ അഹവയ്യ ആലിമാനി ജലീലാനി, അവിടെ മാറ്റല്ല. ദഹബ്ന, ഞങ്ങൾ പോയില്ല, മക്കയിലേക്ക്, ബിസയ്യാറത്തൈനി, 2 കാറുകളിൽ. ഞങ്ങളുടെ എന്ന് വേണ്ട അല്ല, എൻ്റെ 2 കാറുകളിൽ ഞങ്ങൾ മക്കയിലേക്ക് പോയി എന്ന് എങ്ങനെ പറയാം? ബിസയ്യാറത്തയ്യ അല്ലേ? ബിസയ്യാറത്തയ്യ. ദഹബ്ന ഇല മക്കത്ത ബിസയ്യാറത്തയ്യ. അടുത്തത് കലമാനി, വിറ്റു എന്നല്ലേ? വിറ്റു എന്നല്ല, നഷ്ടപ്പെട്ടു. 2 പേന നഷ്ടപ്പെട്ടു. എൻ്റെ 2 പേന നഷ്ടപ്പെട്ടു എന്ന് അങ്ങനെ പറയാ? ശ്രദ്ധ എന്തിനാ? ഇനി അത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സസൈസ് കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്.